നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ സമ്മേളനത്തിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതിന് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന നൽകി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അഗ്നിവീറുകളുടെ കാര്യത്തിൽ വലിയ കള്ളങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ചത്. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെ തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കാനാകില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇവർ. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു രംഗത്ത് വന്നത്. ഒന്നെങ്കിൽ സഭയിൽ കള്ളം പറഞ്ഞതിന് സ്പീക്കർ നടപടിയെടുക്കും, അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ ഗാന്ധിയുടെ വിഷയം വിടും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ലോക്സഭയിലെ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അനുസരിച്ച് സഭയിൽ ഉന്നയിച്ച ക്ലെയിമുകളുടെ സാധുത നൽകാൻ സ്പീക്കർക്ക് ഒരംഗത്തോട് നിർദ്ദേശിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ വിഷയം പ്രത്യേക അവകാശ സമിതിയിലേക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത്. സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 15 അംഗങ്ങളാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സഭയുടെ പ്രത്യേക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കലാണ് ഇതിന്റെ പ്രവർത്തനം. പ്രത്യേക അവകാശ ലംഘനം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഓരോ കേസിന്റെയും വസ്തുതകളെ പരാമർശിച്ച് അത് നിർണ്ണയിക്കുകയും അതിന്റെ റിപ്പോർട്ടിൽ ഉചിതമായ ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ധർമ്മം. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി രാഹുൽ ഗാന്ധി തുടർച്ചയായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരത്തിലൊരു നടപടിക്ക് ഭരണപക്ഷം കടക്കുന്നത് എന്നതാണ് സൂചന. നോട്ടീസ് അല്ലെങ്കിൽ അപ്പീൽ നൽകിയിട്ടുള്ള ചട്ടമനുസരിച്ച് നടപടിയും തുടരും. ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഏതെങ്കിലും ഒരംഗം സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നും ഏത് സാഹചര്യത്തിലാണ് എന്നതും വിശദീകരിക്കുന്ന വിശദാംശങ്ങൾ നൽകാൻ അംഗങ്ങളോട് നിർദ്ദേശിക്കാൻ കഴിയും. അംഗം തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുകയോ ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതായി വന്നേക്കാം. അതായത് ഒന്നുകിൽ രാഹുൽ ഗാന്ധി തന്റെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് പറയണം. ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ കൃത്യമായ നടപടി നേരിടേണ്ടി വരും എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിലുള്ളത്. പ്രചരണത്തിന്റെ ഭാഗമായി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്ന മട്ടിൽ വിളിച്ചു പറയുന്നത് പോലെ എളുപ്പമല്ല പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് സഭയിൽ വന്ന് സംസാരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. നട്ടാൽ കുരുക്കാത്ത നുണകൾ സഭയിൽ വന്ന് എഴുന്നള്ളിക്കും എന്ന തെറ്റിദ്ധാരണയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം രാഹുൽ സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ രാജ്യാന്തര മാർക്കറ്റിംഗ് ഏജൻസികളുടെ ബലത്തിൽ നടത്തുന്ന തെരുവ് പ്രസംഗമല്ല സഭ എന്ന് രാഹുൽ ഗാന്ധി കുറച്ച് അറിയുന്നത് നല്ലതാണ്. ഇത്രയും കാലം വെറും MP എന്ന നിലയിൽ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് രാഹുൽ കഞ്ഞികുടിച്ചു പോയി എന്ന് പറയേണ്ടി വരും. തനിക്ക് പാകമാകാത്ത പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം എടുത്തണിഞ്ഞതിലൂടെ തനിക്ക് തന്നെയുള്ള 8ന്റെ പണി ചോദിച്ചു മേടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ.